5 കൊല്ലം മുൻപ് കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നപ്പോ 2021 വോട്ടെണ്ണിയത് മെയ് മാസം 2-ാം തീയതിയായിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞു. ഇക്കൊല്ലം മെയ് 4-ാം തീയതി, 2 ദിവസത്തെ വ്യത്യാസം. കഴിഞ്ഞ തവണ മെയ് 2. മെയ് 1-ാം തീയതി കേരളത്തിലെ ചുരുങ്ങിയതൊരു 3 പ്രധാനപ്പെട്ട മാധ്യമങ്ങളുടെയെങ്കിലും ഓൺലൈൻ എഡിഷനിൽ പ്രത്യക്ഷപ്പെട്ട വാർത്തയുടെ തലക്കെട്ട് ഏറെക്കുറെ ഇങ്ങനെയായി: മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം പരിഹരിച്ചു. തലക്കെട്ടിന്റെ കൗതുകം കണ്ട് തുടർന്ന് വാർത്തയിലേക്ക് ഒന്ന് കടന്നിരുന്നു. അപ്പൊ വാർത്തയിൽ ഇങ്ങനെയാണ് വിശദീകരിച്ചത്: മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയുള്ള തർക്കം കോൺഗ്രസിൽ പരിഹരിച്ചു. ആദ്യത്തെ 2.5 കൊല്ലം ഉമ്മൻചാണ്ടിയും തുടർന്നുള്ള 2.5 കൊല്ലം രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രിമാരാവാൻ ധാരണയായി എന്ന് 2021 മെയ് മാസം 1-ാം തീയതി വന്ന വാർത്തയാണ്. വോട്ട് 2-ാം തീയതി എണ്ണാൻ പോകുന്നു. ദേശീയ നേതാക്കളുടെ സാന്നിധ്യത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാവണമെന്നും 5 വർഷം എങ്ങനെ വീതിക്കണമെന്നും ആദ്യത്തെ ഊഴം ആരായിരിക്കണമെന്നും തീരുമാനിച്ചുവെന്ന് മാത്രമല്ല, മന്ത്രിമാരും വകുപ്പുകളും വരെ തീരുമാനിച്ചു. അപ്പൊ എത്ര വലിയ ആത്മവിശ്വാസമായിരുന്നു അന്ന്! അത്രത്തോളം ആത്മവിശ്വാസം ഇപ്പൊ കോൺഗ്രസിനില്ല. അതുകൊണ്ട് ആളെ തീരുമാനിച്ചിട്ടില്ല. തീരുമാനിച്ചോ? ഇല്ല. അടി നടക്കുന്നേ ഉള്ളൂ. 5 കൊല്ലം മുൻപ് ആളെയും തീരുമാനിച്ചു, ഊഴവും തീരുമാനിച്ചു. പക്ഷേ മെയ് മാസം 2-ാം തീയതി കേരളം ഒരു പുതിയ ചരിത്രത്തിന് അന്ന് സാക്ഷ്യം വഹിച്ചു. തിളക്കമാർന്ന വിജയം ഇടതുപക്ഷത്തിന് സമ്മാനിച്ചുകൊണ്ട് ഐക്യ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിന് തുടർച്ചയുണ്ടായി. 2021 അനുഭവം അതാണെങ്കിൽ ഒരു സംശയവും വേണ്ട. 2026 മെയ് മാസം 4-ാം തീയതി ഐക്യ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇടതുപക്ഷ തുടർ ഭരണത്തിന്റെ പുതിയ ആവേശോജ്വലമായ ഒരു മുന്നേറ്റത്തിന്റെ വാർത്തയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ നമുക്ക് ഒരു ഉറപ്പും ധൈര്യവും തോന്നുന്നത്? വോട്ട് ചെയ്യുന്ന ജനങ്ങൾ കേരളത്തിൽ കഴിഞ്ഞ 10 വർഷം കൊണ്ടുണ്ടായ മാറ്റം, ആ മാറ്റത്തെക്കുറിച്ച് ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചാൽ മറിച്ചൊരു ജനവിധിയുടെയും സാങ്കത്യം ഉയർന്നു വരുന്നതേയില്ല.